നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാളി CISF ജവാൻ ഒഡീഷയിലെ താമസ സ്ഥലത്ത് വെടിയേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് തലശ്ശേരി തിരുവങ്ങാട് 2ാം ഗേറ്റ് ചാലിയ UP സ്കൂളിന് സമീപം പാനഞ്ചേരി ഹൌസിൽ അഭിനന്ദ്. പായം മേഖലയെ വിറപ്പിച്ച 2 കാട്ടുകൊമ്പന്മാരെ വനത്തിലേക്ക് തന്നെ തുരത്തിവിട്ടു. 100ഓളം വനപാലകരുടെ ഒരു പകൽ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനകൾ കാട് കയറിയത്. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് മലയാളത്തിന്റെ കണ്ണീർ പ്രണാമം. 5 പതിറ്റാണ്ടിനിടെ മലയാളത്തിൽ മാത്രം 15,000-ഓളം ലളിതസുന്ദര ഗാനങ്ങൾ അദ്ദേഹം പാടിത്തീർത്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി KK മണിലാൽ സ്ഥാനമേറ്റു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് KK മണിലാൽ. വാർത്തകൾ വിശദമായി. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും ആറളം പുഴ കടന്ന് കിലോമീറ്ററുകൾ താണ്ടി പായം മേഖലയെ ആകെ വിറപ്പിച്ച 2 കാട്ടുകൊമ്പന്മാരെ ഒരു പകൽ മുഴുവൻ നീണ്ട ശ്രമത്തിനൊടുവിൽ വന്നിടത്തേക്ക് തന്നെ തുരുത്തിവിട്ടു. വനാതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ പിന്നിട്ട പായം പഞ്ചായത്തിലെ പായം, കരിയാൻ, ജബ്ബാർ കടവ്, വട്ടിയറ ഗ്രാമങ്ങളെയാണ് 2 കാട്ടാനകൾ ഒരു പകൽ മുഴുവൻ ആശങ്കയിൽ നിർത്തിയത്. 100ഓളം വരുന്ന വനപാലക സംഘം 12 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനകളെ വന്ന വഴിയിലൂടെ കാടുകയറ്റിയത്. 3 പഞ്ചായത്തുകളിലെ 7 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചും പ്രദേശത്തേക്കുള്ള റോഡുകളെല്ലാം അടച്ചും നിർത്താതെ മൈക്കിലൂടെ നടത്തി മുന്നറിയിപ്പുകളുമായി വലിയ സുരക്ഷാ സംവിധാനമാണ് മേഖലയിൽ ഒരുക്കിയിരുന്നത്. മലയാളി CISF ജവാനെ ഒഡീഷയിലെ താമസ സ്ഥലത്ത് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തലശ്ശേരി തിരുവങ്ങാട് 2ാം ഗേറ്റ് ചാലിയ UP സ്കൂളിന് സമീപം പാനഞ്ചേരി ഹൌസിൽ അഭിനന്ദ് ആണ് മരിച്ചത്. ഒഡീഷയിലെ റൂർക്കലെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലെ കോൺസ്റ്റബിൾ, തലശ്ശേരി തിരുവങ്ങാട് 2ാം ഗേറ്റ് ചാലിയ UP സ്കൂളിന് സമീപത്തെ പാനഞ്ചേരി ഹൌസിൽ അഭിനന്ദിനെയാണ് താമസ സ്ഥലത്ത് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സർവീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തതായാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. കഴിഞ്ഞ 2 വർഷമായി റൂർക്കേലിയിലെ CISF യൂണിറ്റിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മൃതദേഹം ഇസ്പാത്ത് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സൈന്യത്തിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. PK അവിനാഷിന്റെയും പരേതിയായ ഷീലജയുടെയും മകനാണ്. നമിതയാണ് സഹോദരി. അനവധി അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് മലയാളത്തിന്റെ കണ്ണീർ പ്രണാമം. സിനിമാ ഗാനങ്ങൾക്കൊപ്പം ലളിത ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും മലയാളത്തിലെ ഒരു കാലഘട്ടത്തെ മധുരമോഹനമാക്കിയ ശബ്ദസാഗരമാണ് വിടവാങ്ങിയത്. 5 പതിറ്റാണ്ടിനിടെ മലയാളത്തിൽ മാത്രം 15,000-ഓളം ലളിതസുന്ദര ഗാനങ്ങൾ പാടിത്തീർത്തു. മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും കൂട്ടായി ആ ഭാവഗായകന്റെ ശബ്ദ സൗകുമാര്യമുണ്ടായിരുന്നു. കളിത്തോഴൻ എന്ന സിനിമയിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ആ ഗാനം പുറത്തു വന്ന ശേഷം ജയചന്ദ്രന് പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അതിനുശേഷം ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനായി ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഒട്ടേറെ മധുരസുന്ദര ഗാനങ്ങളിലൂടെ മലയാളക്കര കീഴടക്കിയ ജയചന്ദ്രൻ രാസാത്തി ഉന്നൈ കാണാതി നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കി. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு
பொன்மானே ஒன்ன தேடுது ராதாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போராடுது. ജയചന്ദ്രനോളം തമിഴിൽ ശോഭിച്ച മറ്റൊരു മലയാളി ഗായകൻ പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ആ സ്വരം ഭാഷാതിർത്തികൾ ലംഘിച്ച് ആരാധകരെ സൃഷ്ടിച്ചു. ചിദംബരനാഥിൽ തുടങ്ങി പി ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി, വയലാർ എന്നിവരിലൂടെ പുതിയ തലമുറയിലെ BK ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികളിലൂടെ ആ ശബ്ദത്തിന് പുതുജീവൻ തുടിച്ചു. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം. വരികളിലെ ഭാവം ആലാപനത്തിലും കൊണ്ടുവരാൻ കഴിഞ്ഞ മലയാളം ഗായകർ വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഉദ്യോഗസ്ഥയിലെ അനുരാഗ് ഗാനം പോലെ CID നസീറിലെ നിൻമണിയറയിലെ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷതൻ മാധകഭംഗി, ഉമ്മാച്ചുവിലെ ഏകാന്ത പതികൻ ഞാൻ, മായയിലെ സന്ധ്യക്കെന്തിന് സിന്ദൂരം, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു, അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത പറഞ്ഞാൽ തീരാത്തത്ര ഗാനങ്ങൾ ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ പുറത്തുവന്നു. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ. ഭാഷാഭേദങ്ങളില്ലാതെ 6 പതിറ്റാണ്ട് മലയാളികൾ ജയചന്ദ്രനെയും നെഞ്ചോട് ചേർത്തു. യേശുദാസിന്റെയും S ജാനകിയുടെയും P ലീലയുടെയും വാണി ജയറാമിന്റെയും ശബ്ദങ്ങൾക്കൊപ്പം പാട്ടിലെ ഭാവങ്ങൾ കൃത്യമായി ഒപ്പിയെടുത്ത് അവർക്കൊപ്പം തലയെടുപ്പോടെ നിന്നു. മൊകേരി ഗ്രാമപഞ്ചായത്തിൽ കൂരാറയിൽ നിർമ്മിക്കുന്ന കുടുംബാരോഗ്യ സബ് സെന്ററിന്റെ ശിലാസ്ഥാപനം നടന്നു. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സംരക്ഷണമാണ് പ്രധാനപ്പെട്ട കാര്യം. രോഗപ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും അതിനുള്ള ഇടങ്ങൾ ആണ്. പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടങ്ങളാണ് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. 3 ആരോഗ്യ പ്രവർത്തകരുടെ സേവനമാണ് മിനിമം നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കുന്നത്. ഇവിടെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യം ആക്കാൻ നമ്മൾ ഇവിടെ വിനിയോഗിക്കുന്നത് 67 ലക്ഷം രൂപയാണ്. ആരോഗ്യ കേരളം പദ്ധതിയിലൂടെയാണ് 67 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നല്ല നിലയിൽ ഈ പ്രദേശത്തെ മൊകേരി പഞ്ചായത്തിൽ വള്ളായിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലാണ് ഇവിടെ നമ്മുടെ കൂരാറ മേഖലയിൽ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം, സബ് സെൻ്ററുകളെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ ഉയർത്തുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ഇത് ജനകീയ ആരോഗ്യ കേന്ദ്രമായിട്ടാണ് ഇത് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇത് അറിയപ്പെടുക. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുകൂടി അതിൻ്റെ നിർമ്മാണത്തിന് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് KP മോഹനൻ MLA അധ്യക്ഷനായി. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാഫലകം KP മോഹനൻ MLA അനാച്ഛാദനം ചെയ്തു. വളരെ കാലത്തെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു വള്ളിയായിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ കൂരാറ മേഖലയിൽ ഒരു ആരോഗ്യ കേന്ദ്രം എന്ന ആവശ്യം. വാർഡംഗം KV മുകുന്ദൻ ചെയർമാനും P ഗംഗാധരൻ മാസ്റ്റർ കൺവീനറുമായി
ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ സ്ഥലം ഫണ്ട് സ്വരൂപിച്ച് വിലക്കു വാങ്ങിയ സ്ഥലത്താണ് നിർദ്ദിഷ്ട കെട്ടിടം നിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. 2021-22 വർഷത്തെ NHM ROP ഫണ്ടിൽ നിന്നും അനുവദിച്ച 67 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കൂരാറയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത്. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ CP ബിജോയ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി മൊഗേരി, FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശ്രുതി, പഞ്ചായത്ത് സെക്രട്ടറി K സത്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ A ദിനേശൻ, K കുമാരൻ, ജഗദീപൻ, അസീസ് കാങ്ങാടൻ, നാസർ കൂരാറ, സബ് സെന്റർ സ്ഥലമെടുപ്പ് കമ്മിറ്റി കൺവീനർ P ഗംഗൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ സ്വാഗതവും OP ബാബു നന്ദിയും പറഞ്ഞു. അന്തരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മണിലാൽ. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി KK മണിലാൽ സ്ഥാനമേറ്റു. പാറാൽ DIUP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി, SCERT റിസോഴ്സ് അംഗം, പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റി അംഗം, ഡയറ്റ് ഗവേണിംഗ് ബോഡി അംഗം എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2005-2010 കാലയളവിൽ പന്ന്യന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. വാർഡ് അംഗം KK മോഹൻകുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KK മണിലാലിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. C രൂപ പിന്താങ്ങി. പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തായതിനാൽ നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസറായ തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MR രമ്യാബായ് മുമ്പാകെയാണ് KK മണിലാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുൻ പ്രസിഡന്റ് CK അശോകൻ അന്തരിച്ചതിനെ തുടർന്നാണ് സ്ഥാനം ഒഴിവ് വന്നത്. ചിട്ടയായി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു CK അശോകനെന്നും അദ്ദേഹം തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും KK മണിലാൽ പറഞ്ഞു. അദ്ദേഹം ബാക്കി വെച്ച അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, ആരംഭിച്ചിട്ടുള്ള മീത്തല ചെമ്പാട് അരീരപ്പൊയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ് നീന്തൽക്കുളം, അതേപോലെ തന്നെ ഫിറ്റ്നസ് സെൻറ്റർ, ഓപ്പൺ ഗ്രൗണ്ട് എന്നിവ. അതിനായി 3 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറും നമ്മുടെ MLAയുമായ ശ്രീ N ഷംസീറിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട്, ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നീക്കിവെച്ചിട്ടുള്ളത്. ആ ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു സ്ഥലം ഏറ്റെടുക്കേണ്ടതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അന്തരിച്ച പ്രസിഡന്റ് ശ്രീ CK അശോകൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തീർച്ചയായിട്ടും അത് എത്രയും വേഗം പൂർത്തീകരിച്ച് ബാക്കിയുള്ള സ്ഥലം കൂടി ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ ഗ്രൗണ്ട് കൂടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചുമതലയായി എന്നെ സംബന്ധിച്ച് നിർവഹിക്കാനുള്ളത്. ആ ചുമതല നിർവഹണത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള എല്ലാവരും അക്കാര്യത്തിൽ പൂർണ്ണമായൊരു പിന്തുണയും നൽകിയിട്ടുണ്ട്. 4ാം വാർഡ് അംഗമാണ് KK മണിലാൽ. നിലവിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. മാഹി ഗവൺമെന്റ് LP സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവ് വ്യക്തമായി പഠിക്കാതെ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാഹി ഗവൺമെന്റ് LP സ്കൂൾ PTA ചെയ്തതെന്ന് മാഹി MLA രമേശ് പറമ്പത്തും മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാറും മാഹി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യക്തമായി പഠിക്കാതെ പത്രസമ്മേളനം നടത്തി മാഹി മേഖലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി മാഹി അഡ്മിനിസ്ട്രേറ്റർ വിശദീകരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും നഴ്സിംഗ് കോളേജ് കൊണ്ടുവരിക എന്നത് വലിയ ഒരു സ്വപ്നമാണ് മാഹിയെ സംബന്ധിച്ചിടത്തോളം. അതിന് GLPU സ്കൂളാണ് തിരഞ്ഞെടുത്തത്. GLPU സ്കൂളിൽ ഇത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാഹിയിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് ചേരുകയും അതിലെല്ലാ ആളുകളും അത് സമ്മതിക്കുകയും ചെയ്തതാണ്.
പക്ഷേ PTIയുടെ ഭാഗത്ത് നിന്ന് അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുചേർന്നിട്ടുള്ളത്. കോടതിയിലേക്ക് പോവുകയും കോടതിയിൽ അവർ ആദ്യമായി അപേക്ഷിച്ച പെറ്റീഷൻ അത് കോടതി അംഗീകരിക്കാതെ തള്ളുകയും വീണ്ടും പെറ്റീഷൻ കൊടുത്തപ്പോൾ അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 6/1/2025 പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 4ാമത്തെ റെസ്പോണ്ടൻ്റായ CEO പെറ്റീഷനിലെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അതിൽ ഒരു സ്ഥലത്തും കോളേജ് പുനഃസ്ഥാപിക്കണം, റീസ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുക, പത്രസമ്മേളനം നടത്തുക, ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്ന ഈ നിലപാട് മാറ്റിയെടുക്കണമെന്നാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. PTA നടത്തിയ വാർത്താ സമ്മേളനം വാസ്തവ വിരുദ്ധമാണെന്ന് മയ്യഴി ഭരണകൂടം അറിയിച്ചു. മാഹിയിൽ സർക്കാർ തലത്തിൽ നഴ്സിംഗ് കോളേജ് പുതുതായി ആരംഭിക്കാനിരിക്കെ താൽക്കാലികമായി മാഹി ഗവൺമെന്റ് LP സ്കൂൾ തൊട്ടടുത്ത ഗവൺമെന്റ് മിഡിൽ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്കൂൾ മാറ്റുന്നത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ WP41/2025 നമ്പറായി ഒരു രക്ഷിതാവ് കൊടുത്ത കേസിൽ ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് ജനുവരി 6 വിധി പറഞ്ഞിരുന്നു. ഹർജിക്കാരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ സ്കൂൾ നിലവിലുള്ള സ്ഥലത്ത് തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കാൻ മാഹി CEOവിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിധിയിൽ എവിടെയും സ്കൂൾ പഴയ സ്ഥലത്ത് നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ചില രക്ഷിതാക്കൾ വാർത്താസമ്മേളനം വിളിച്ചു നൽകിയ വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് MLA പറഞ്ഞു. ഇരുഭാഗങ്ങളിലും ദേശീയപാതയും ഗവൺമെന്റ് ഹൗസിലേക്കുള്ള റോഡ് ജംഗ്ഷനുമുള്ള വാഹനത്തിരക്കേറെ ഈ പ്രദേശത്തെ റോഡരികിലുള്ള വിദ്യാലയം പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതാണ്. എന്നാൽ ഒരു വിളിപ്പാടകലെയുള്ള മിഡിൽ സ്കൂളിൽ കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസ സൗകര്യവും സുരക്ഷയും വിശാലമായ കളിസ്ഥലവുമെല്ലാമുണ്ട്. ഇനിയും വല്ല സൗകര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തുമെന്ന് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. So that was the court direction. That too after receiving copy of the order within 2 weeks. So there is no such order to shift back the school within 2 weeks. So the school will continue to function from the GMS Mahe, and all the parents may be sensitized, may be made aware. Because of the news, parents are now calling and asking whether we are going to shift back immediately from Monday. That is not the case. The school will continue to function in GMS Mahe, and I request all of you to go through the court order also, which is available online. ഹർജിക്കാരൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് സിഇഒവിന് നൽകിയ നിവേദനം പരിഗണിക്കപ്പെടണം എന്ന് മാത്രമാണ്. ഇത് വിധിയിൽ വ്യക്തവുമാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. നഴ്സിംഗ് കോളേജ് വരുന്നതിനായി LP സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞുകൊടുത്തതായും ഇവിടുത്തെ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത മാഹി ഗവൺമെന്റ് മിഡിൽ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയതായും കോടതിയെ അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ മേലധ്യക്ഷ MM തനൂജ അറിയിച്ചു. ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക K ബീനയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രകാരം ചുണ്ടങ്ങാപ്പൂയിൽ പുതുതായി നിർമ്മിച്ച 7 വീടുകളുടെ താക്കോൽദാനം നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ബാക്കി 3 നിർമ്മാണം നടന്നു വരികയും ചെയ്യാം. ഭരണസമിതിക്കൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ നമ്മുടെ ഫാദർ ഗ്രൂപ്പിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ചെയർമാനായിട്ടുള്ള ലത്തീഫ് ഹാജി ഉൾപ്പെടെയുള്ളവരെല്ലാം സഹായങ്ങൾ ഈ ഭവന നിർമ്മാണ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ സാധിക്കാത്ത വലിയൊരു ജനകീയ മുന്നേറ്റത്തിലാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കയറി കിടക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത്. ആ ഒരു സ്വപ്നത്തിലേക്ക് ഓരോരുത്തരായി കടന്നു വരികയാണ്. 5,18,000 വരുന്ന ആളുകൾ ഇതിനകം വീട് അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലൈഫ് ഭവൻ പദ്ധതി. അതിൽ 4,16,000 ആളുകൾക്ക് പണി പൂർത്തിയായി അവിടെ താമസം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. 1,00,000 വീടുകൾ
നിർമ്മാണത്തിൻ്റെ വീരഘട്ടത്തിലാണ്. നൽകുന്ന വീട് ഏതാണ്ട് 450 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് ആണുള്ളത്. 2 ബെഡ്റൂമും കിച്ചണും സെൻട്രൽ ഹാളും സിറ്റ് ഔട്ടും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വീടുകൾക്കെല്ലാം ലഭ്യമായിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷനായി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത റിപ്പോർട്ട് അവതരണം നടത്തി. ലൈഫ് കോർഡിനേറ്റർ MP വിനോദ് കുമാർ മുഖ്യാതിഥിയായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി റംല, കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സാവിത്രി, A വാസു, പൊന്നും കൃഷ്ണൻ, പ്രേമരാജൻ മാസ്റ്റർ, ബഷീർ ചെറിയാണ്ടി എന്നിവർ സംസാരിച്ചു. കതിരൂർ പഞ്ചായത്ത് സെക്രട്ടറി PN മഞ്ജുഷ സ്വാഗതവും T ധനലക്ഷ്മി നന്ദിയും പറഞ്ഞു. നിർമ്മാണത്തിനായി സഹകരിച്ചിട്ടുള്ള ബൈറൂഹ ഫൗണ്ടേഷന്റെ കതിരൂർ യൂണിറ്റിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ആർട്ട് ഗാലറിയിലെ ഒരു പെയിന്റിംഗ് ആണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന കേര ഗ്രാമം പദ്ധതിയുടെ പാനൂർ നഗരസഭ കരിയാട് കൃഷിഭവൻ തല ഉദ്ഘാടനം നടന്നു. കരിയാട് കാരുണ്യ സെന്ററിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA KP മോഹനൻ നിർവഹിച്ചു. കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം കരിയാട് കാരുണ്യ സെന്ററിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA KP മോഹനൻ നിർവഹിച്ചു. ആ കാലം കഴിയുമ്പോൾ ഒന്ന് തെങ്ങ് തൊഴുകയും ചെയ്യും. ആ തെങ്ങിൽ നല്ല വിലയായി അല്ലേ? പഴയ കാലത്ത് നല്ല വിലയായിട്ട് മാത്രമല്ല നല്ല ആ ബോട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഇളനീരും തേങ്ങയൊക്കെ നല്ലതായി കൊപ്പരക്കൊക്കെ തന്നെ നല്ല തൂക്കവും ഉണ്ടാവും. അപ്പോൾ അതൊരു കാലമായിരുന്നു. പക്ഷെ അതിനൊക്കെ തന്നെ പോയി. നമ്മുടെ മണ്ണ് നമ്മൾ കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിച്ചു. രാസവളം ഞാൻ പറയുന്നത് നമുക്ക് വളരെയധികം അപകടകരവും ഉണ്ടാക്കുന്ന രാസവളങ്ങൾ 2 തരം രാസവളങ്ങളുണ്ട്. രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെങ്ങിനിപ്പോഴും ചാണകവും പച്ചിലയൊന്നും ഏൽക്കാത്ത രൂപത്തിലേക്കാണ്. അതുകൊണ്ട് NPK എന്ന നിർബന്ധമാണ്. നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം. ഇത് നിർബന്ധമാണ്. അത് ലഭിക്കാൻ എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ തന്നെ ചാണകവും പച്ചിലയും അതുപോലെ തന്നെ കുമ്മായവും ഒക്കെ തന്നെ ചെയ്യും. ഈ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന രാസവളവും അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകാം. നല്ല സാധനമാണ്. പക്ഷേ എന്താ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കില്ല. പെട്ടെന്ന് റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പലരും എന്താ ചെയ്തത്, ഈ പറഞ്ഞ രാസവളത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടുവന്നു, വല്ലാത്ത ഉപയോഗം കൊണ്ടുവന്നു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലം വരുന്നതിന് കുറച്ച് മുമ്പേ അതൊരു മഴ പെയ്താൽ ഉടൻ തന്നെ നേരെ തടം കൂട്ടി അതിന് കുറേ നമ്മുടെ പ്ലാവിൻ്റെയൊക്കെ തന്നെ കൊത്തിയിട്ട് അത് നല്ലതാക്കി കുറച്ച് കഴിയുമ്പോൾ ചാണകം വെച്ച് അത് കുറച്ച് നേരം വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് മൂടി വെക്കുക. ഇതൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. എന്താ വളരെ കുറവല്ല. എല്ലാവരും അത് ചെയ്യണം. പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ അധ്യക്ഷയായി. യോഗത്തിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ CV ജിതേഷ് പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി 25 കർഷകർക്ക് ചടങ്ങിൽ തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ വിതരണം നടത്തി. ശാസ്ത്രീയമായ വിളപരിപാലനവും സംയോജിത രോഗകീടനിയന്ത്രണവും തെങ്ങ് കൃഷിയിൽ എന്ന വിഷയത്തിൽ കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന കാർഷിക ചർച്ചാ ക്ലാസ് നടത്തി. പാനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P സതീശൻ, വാർഡ് കൗൺസിലർമാരായ അൻവർ കക്കാട്ട്, NA കരീം, AM രാജേഷ് മാസ്റ്റർ, കേരസമിതി പ്രസിഡന്റ് VK മജീദ്, കാർഷിക കർമ്മസേന സെക്രട്ടറി ഹമീദ് മാസ്റ്റർ, K ദിനേശൻ എന്നിവർ സംസാരിച്ചു. കരിയാട് കൃഷി ഓഫീസർ PV ഫൗസിയ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AG സുജ നന്ദിയും പറഞ്ഞു. തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം കോടതിക്ക് മുന്നിൽ പൈതൃക ചിത്രരചന സംഘടിപ്പിച്ചു. ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് ക്യാൻവാസിൽ ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 25 നടക്കുന്ന തലശ്ശേരി ജില്ലാ കോടതി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥമാണ് പൈതൃക ചിത്രരചന സംഘടിപ്പിച്ചത്. ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ചിത്രരചന
ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലശ്ശേരിയുടെ പാരമ്പര്യം, തലശ്ശേരിയുടെ ജുഡീഷ്യൽ നിയമപരമായിട്ടുള്ള കോടതികളുമായിട്ടുള്ള പാരമ്പര്യം. പ്രശസ്തരായ 15ഓളം കലാകാരന്മാർ ചേർന്ന് തലശ്ശേരിയുടെയും കോടതിയുടെയും പൈതൃകവും അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് വരച്ചത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസഫും ചിത്രരചനയിൽ പങ്കാളിയായി. ഗവൺമെന്റ് പ്ലീഡർ കെ അജിത് കുമാർ, ചിത്രകാരൻ കെ മാരാർ, സിനിമാ താരം സുശീൽ കുമാർ തിരുവങ്ങാട്, സെൽവൻ മേലൂർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KS സജീവൻ, സെക്രട്ടറി GP ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, കോടതി ജീവനക്കാർ, അഭിഭാഷക ക്ലർക്കുമാർ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. In a committed relationship with my daily wear collections. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്ക. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ,
റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്, ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്, അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്ന്യന്നൂരിലെ ദൈവിക്കിനായി കൈകോർത്ത് മുത്തപ്പനും തെയ്യങ്ങളും. പന്ന്യന്നൂർ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് ദൈവങ്ങൾ വേറിട്ട മാതൃക കാണിച്ചത്. ഭക്തരിൽ നിന്നും നേർച്ചയായി ലഭിച്ച പണം ചികിത്സാ സഹായത്തിനായി കൈമാറി. പന്ന്യന്നൂർ ശ്രീ മുത്തപ്പൻ മഠപ്പുര മഹോത്സവം 7, 8, 9 ദിവസങ്ങളിലായാണ് നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ മുൻകൈയെടുത്ത് ക്ഷേത്രത്തിൽ ദൈവിക് ചികിത്സാ ധനസമാഹരണത്തിനായി ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു. പന്ന്യന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദൈവിക് അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലാണ്. ധനസഹായ കമ്മിറ്റി സ്ഥാപിച്ച സംഭാവന പെട്ടികളിൽ നിരവധി ഭക്തർ സംഭാവന നൽകിയിരുന്നു. ഉത്സവ സമാപന ദിവസമായ വെള്ളിയാഴ്ച രാത്രിയാണ് മുത്തപ്പനും പോതിത്തെയ്യങ്ങളും നേർച്ചയായി ലഭിച്ച തുക സംഭാവനയായി നൽകിയത്. ഭക്തന്മാർ ഏറ്റെടുത്തിരിക്കുന്ന നല്ലൊരു കാര്യത്തിന് മുത്തപ്പന്റെ പൊന്നും ഭണ്ഡാരത്തിൽ വീണ പണം നൽകുകയാണെന്നും സന്താനത്തിന് എത്രയും പെട്ടെന്ന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവുന്നതിനുള്ള വഴികൾ കാണിച്ചു തരുമെന്നും മുത്തപ്പൻ ഭക്തജനങ്ങളോട് പറഞ്ഞു. മഹാമാരിയെ വനം വെച്ചിട്ടുണ്ട് അല്ലേ, അത് പ്രകാരമുള്ളതായിരിക്കുന്ന അനുഭവമാണ് അല്ലേ. ലോകത്തിന് ധന്യതിരിമൂർത്തിയാണല്ലോ അല്ലേ. വിദ്യക്ക് സരസ്വതിയാണ്, ധനത്തിന് ലക്ഷ്മി ദേവിയാണ് അല്ലേ. മഹാവിഷ്ണുവിന്റെ മുത്തപ്പൻ, കൈലാസനാഥന്റെ ചെറുക്കൻ പാർവതിയല്ലേ അല്ലെ. കാളിയായിട്ട് ജഗത് ഫലരൂപത്തിലും ഇടരാവതിയാൻ വേണ്ടി ഇടകമരത്തിന്റെ കീഴിൽ നിലനിന്നുകൊണ്ടാണ് ഇടരാവതിയാൻ വേണ്ടി എന്നുള്ള നിനക്ക് ഉണ്ടായത്. നായിയായിട്ട് അംബികയായിട്ട് ജഗതവേഖ നമ്മൾ ദൈവാദിനങ്ങളാണ്. മണ്ണ് കൊണ്ടാണ് കുടം നിർമ്മിക്കുക അല്ലേ. കളിമണ്ണ് കൊണ്ടല്ലേ കുടം നിർമ്മിക്കുക അല്ലേ. അത് കരത്തുനിന്ന് വീണാൽ കുടഞ്ഞു പോകും. അതേ മണ്ണ് കൊണ്ട് വീണ്ടും കുടം നിർമ്മിക്കാൻ സാധിക്കും. അതാണ് ഭക്തി അല്ലേ. പ്രകാരം അനുമതി ശരിക്കൊന്നും വേണ്ടല്ലോ കേട്ടോ. ആ പണ്ണാരത്തിൽ നന്നായിട്ട് അറിയട്ടെ. മുത്തപ്പൻ്റെ പൊന്നും പണ്ണാരത്തിന് പണിയിരിക്കുന്ന പൊന്നും ക്ഷമപോലെ സന്താനത്തിന് വേണ്ടി എല്ലാ ഭക്തന്മാർക്കും നല്ല മനസ്സ് കൊടുത്തിട്ട് കേട്ടോ. ആയിരൊക്കെ സൗഖ്യത്തോട് നിലനിൽക്കുന്ന പണികൾ ഭക്തന്മാരെ കരുത്ത് കൊടുത്തു. അങ്ങനെ ഭക്തന്മാരെ പിന്നീട് ചെയ്തോട്ടെ.
ബന്ധപ്രകാരം ചെയ്തോ ക്ഷമിച്ചോ കേട്ടോ. ബന്ധവനായിട്ട് വരണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തോ. കലാപരിപാടികൾ, ഘോഷയാത്ര, തെയ്യം എന്നിവയിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തരായ 32 ചിത്രകാരന്മാർ ചെയ്ത ജലഛായ രചനകളുടെ 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന നീര് നിറ പ്രദർശനത്തിന് തുടക്കമായി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ ബാലകൃഷ്ണൻ കതിരൂർ നിർവഹിച്ചു. ചിത്രകലയെയും ഏറ്റ് നടത്തുന്നത് ഒന്ന് സാഹിത്യത്തെ മുന്നോട്ട് വെക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ, ചിത്രകലയെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള, പെട്ടെന്ന് ഏവർക്കും പറഞ്ഞാൽ അറിയാവുന്നത്, അമൃത ഹോസ്പിറ്റലിന് അടുത്തുള്ള, എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിന് അടുത്തുള്ള എടപ്പള്ളി വടക്കുമാവ് സർവീസ് സഹകരണ ബാങ്ക്. ഇങ്ങനെ 2 സഹകരണ മേഖലയിലാണ് ഈ 2 വിഭാഗത്തിൻ്റെ, അതായത് സാഹിത്യത്തിൻ്റെയും കലയുടെയും പുരോഗമനത്തിനായി ചിത്രകലയെ അടുത്ത് സ്നേഹിക്കുന്നതിന്, പിന്നെ സാഹിത്യത്തെ അടുത്ത് സ്നേഹിക്കുന്നതിനൊക്കെയുള്ള ഒരുക്കങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്നത്. അതുകൊണ്ട് അത് ഞാനിവിടെ പറയാനുള്ള കാരണം, ഈ ചിത്രകലയെ ഒരു സഹകരണ ബാങ്ക് എടുത്തു വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷനായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് കണ്ടോത്ത്, ശില്പി വത്സൻ കൂർമ കൊല്ലേരി, ചിത്രകാരന്മാരായ സുശാന്ത് കൊല്ലറക്കൽ, ധനേഷ് മാമ്പ, എം ദാമോദരൻ, ബാലസാഹിത്യകാരൻ ഗണേഷ് വേലാണ്ടി, അശോകൻ മാസ്റ്റർ, KM ശിവകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാലയായ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയുടെ മുൻകൈയിൽ ആദ്യമായാണ് കതിരൂരിൽ ജലഛായ മാധ്യമത്തിൽ മാത്രമായി ചിത്രപ്രദർശനം ഒരുക്കുന്നത്. നീര് നിറം ജനുവരി 24-ന് സമാപിക്കും. ഗാലറി സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. തലശ്ശേരി കേരള സ്കൂൾ ഓഫ് ആർട്സും റഷ്യൻ കൗൺസിലേറ്റും സംയുക്തമായി ജനുവരി 13-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തലശ്ശേരി സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറിയിൽ റഷ്യൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ ABN ജോസഫിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ പരിപാടികളും നടക്കും. റഷ്യൻ ചിത്രങ്ങളുടെ പ്രദർശനവും റഷ്യൻ ചലച്ചിത്രം വാർഡ് നമ്പർ എന്ന സിനിമയുടെ പ്രദർശനവും ഇതോടൊപ്പം നടക്കും. ഒരിടവേള. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട.
വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. വിവിധ മേളകളിലും പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മച്ചപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും ശാസ്ത്ര കായിക കലോത്സവങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും 10ാം തരത്തിലെയും 12ാം തരത്തിലെയും പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ജാൻവി വത്സരാജ് വിജയോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഭിമാന താരങ്ങൾക്ക് ഈ സ്കൂളിലെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ക്ഷണിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KD മഞ്ജുഷ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ TK സതീശൻ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം CK ഷക്കീൽ, PTA പ്രസിഡന്റ് രാജീകാരായി, SMC ചെയർമാൻ വിനോദ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി M സുനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ A പ്രശാന്ത്, ഓർമ്മച്ചപ്പ് പ്രതിനിധി വിനയൻ, PTA എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് ചോനമ്പത്ത്, മദർ PTA പ്രസിഡന്റ് ഷിമ്മി നിഷാദ് എന്നിവർ സംസാരിച്ചു. 230ഓളം പ്രതിഭകളെ ആദരിച്ച പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥിയും അന്വേഷണാത്മക റിപ്പോർട്ടിനുള്ള ചൊവ്വര പരമേശ്വരൻ അവാർഡ് ജേതാവുമായ നാഷിഫ് അലിമിയാനെയും ആദരിച്ചു. സംഘനൃത്തം, ആര്യദേവ്, സംസ്കൃത നാടകം, അക്ഷരശ്ലോകം, സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിജയികളായ വിദ്യാർത്ഥികളെ ആനയിച്ച് ചുക്ലി ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ചൊക്ലി മുതൽ രാമവിലാസം സ്കൂൾ വരെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മുത്തുക്കുടകൾ, ബാൻഡ് വാദ്യം എന്നിവ അകമ്പടിയേകി. ശാസ്ത്രമേളയിൽ വിജയകിരീടം നേടിയ
തുടർന്ന് നടന്ന അനുമോദന യോഗം പ്രധാനാധ്യാപകൻ പ്രദീപ് കിനാത്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. അതിലാണ് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനമായിട്ട് നമ്മുടെ ജില്ല എത്തിയിട്ടുള്ളത്. അതിൽ 1003 പോയിന്റിൽ നമ്മുടെ കുട്ടികളുടെ പോയിന്റും കൂടി അതിൽ ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. 15,000-ൽ അധികം കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരള സ്കൂൾ കലോത്സവം. അതിൽ 1003 പോയിന്റ് നേടി കണ്ണൂർ ജില്ല 3-ാം സ്ഥാനത്തിരിക്കുമ്പോൾ അതിൽ നമ്മുടെ കുട്ടികളുടെ ഊർജവും പങ്കും ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള 2 കുട്ടികളാണ് നമ്മുടെ ഇസ്ര ബീവി എന്ന് പറയുന്ന നമ്മുടെ പ്രിൻസിപ്പൽ പ്രശാന്ത് തച്ചറത്ത്, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക എൻ സ്മിത, കൺവീനർ എ കെ നിതീഷ് എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി കെ ഷിബിലാൽ, ടി പി ഗിരീഷ് കുമാർ, കെ ലിജേഷ് കുമാർ, ആർ അജേഷ്, പി സുമേഷ്, കെ രാജേഷ്, കെ അനിൽകുമാർ, എസ് സിൽജിത്ത്, എം പി മൃദുലാൽ, ടി പി രാവീദ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളി CISF ജവാൻ ഒഡീഷയിലെ താമസ സ്ഥലത്ത് വെടിയേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് തലശ്ശേരി തിരുവങ്ങാട് 2-ാം ഗേറ്റ് ചാലിയ UP സ്കൂളിന് സമീപം പാനഞ്ചേരി ഹൌസിൽ അഭിനന്ദ്. പായം മേഖലയെ വിറപ്പിച്ച 2 കാട്ടുകൊമ്പന്മാരെ വനത്തിലേക്ക് തന്നെ തുരത്തിവിട്ടു. 100ഓളം വനപാലകരുടെ ഒരു പകൽ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനകൾ കാട് കയറിയത്. മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രന് മലയാളത്തിന്റെ കണ്ണീർ പ്രണാമം. 5 പതിറ്റാണ്ടിനിടെ മലയാളത്തിൽ മാത്രം 15,000-ഓളം ലളിതസുന്ദര ഗാനങ്ങൾ അദ്ദേഹം പാടിത്തീർത്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി KK മണിലാൽ സ്ഥാനമേറ്റു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് KK മണിലാൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.